വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കമ്പിളി നാരങ്ങ അച്ചാറിടുന്നതാണ്. അപ്പൊ കണ്ട കമ്പിളി നാരങ്ങ, മധുര നാരങ്ങ അങ്ങനെയൊക്കെ എല്ലാരും പറയും. കണ്ട നമ്മളെ നാരങ്ങ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വെട്ടി തിളച്ച് കണ്ട കളറേ മാറി വന്നിട്ടുണ്ട്. ബബ്ലൂസ് നാരങ്ങ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ട പുഴുങ്ങി സെറ്റ് കളറേ മാറി. കണ്ട ഇതുപോലെ കളർ മാറി വന്നിട്ടുണ്ട്. നമ്മള് നല്ല വെള്ളത്തിന്റെ കളർ കണ്ട ഇത് നോക്കിയ ഇതാണ് വെള്ളത്തിന്റെ കളറ്. ഇതിന്റെ പച്ചപ്പെല്ലാം ഇറങ്ങി. അപ്പൊ നമ്മള് മുട്ട പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. എന്റെ അമ്മച്ചിയെ ബണുവാ ചൂടുണ്ട് ചൂടുണ്ട് ചൂടുണ്ട്. അങ്ങനെ മൂന്ന് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നാവിയെല്ലാം മാറി തണിഞ്ഞിട്ട് ഞാനത് മുറിക്കിച്ച് സെറ്റാക്കുന്നതാണ്. ചില മുറിച്ച് എടുത്തിട്ടുണ്ട്. കണ്ട നമ്മൾ തോടടക്കാന്ന് ഇടുന്നേ. തോടടക്കം കഴിക്കൂല എന്നാ പറഞ്ഞേ, പുഴുങ്ങിയതുകൊണ്ട്. അല്ലെങ്കിൽ ഇതിനൊരു ചെറിയ കഴിപ്പുണ്ടാവില്ല. അതുകൊണ്ട് തോട് നമ്മൾ കളയൂല. എല്ലാം കൂടി മുറിച്ചെടുത്തിട്ടാണ് ഇടുന്നത്. ഞാൻ മുറിക്കട്ടെ. സൈസ് ചെറുതായിട്ട് നമ്മൾ അരിയണം. നേരെ വെച്ച് ഇതിന്റെ അല്ലി മാത്രം എടുത്തിട്ട് ഇടാന്നാ വിചാരിച്ചേ. നോക്കുമ്പോ ഓള് പറഞ്ഞേ അല്ലി ഇടണ്ട, ഇതുപോലെ തന്നെ തോടടക്കം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നമ്മൾ അങ്ങനെ ഇടലെന്നാ പറഞ്ഞേ. അപ്പോൾ ബബ്ലൂസ് നാരങ്ങയില്ല, ഒരു റോസ് കളർ ബബ്ലൂസ് നാരങ്ങയില്ലേ, അതൊക്കെ കിട്ടുമ്പോൾ ഞാൻ അല്ലിയായിട്ട് ഇടാറുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. പണിയാണ് കേട്ടോ അരിയാൻ. നമ്മൾ വിചാരിച്ച പോലെയല്ല, ചെറുതായിട്ട് പണിയുണ്ട്. കത്തിക്ക് മൂർച്ചയില്ലായിട്ടോന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുട്ടെ. ചൂടൊക്കെ തരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കല്യാണ വീട്ടിലെല്ലാം കഴിക്കുന്നില്ല, അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പം ഞാൻ എടുത്തിട്ട് ബാക്കി പറയാം. അത് മുറിച്ച് ഏകദേശം അരപ്പോളപ്പായിട്ടുണ്ട്. ഞാൻ ഒരു ഇഷ്ടം കഴിച്ചോക്കട്ടെ. നല്ല പുളിയാണ് ഗൈസ്, നല്ല പുളിയാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ പുളി വലിയ ഇഷ്ടമില്ല. പായ എന്തോ ഒരു ഇതാവും. അതുകൊണ്ട് ചറുക്കിട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും വിചാരിക്കുന്നു ഞാൻ. ഇത് മുറിച്ചിടൽ ഭയങ്കര പണിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, മാങ്ങന്ന് മുറിക്കുന്ന പോലെയല്ല, നല്ല റിസ്ക് ഉണ്ട്. അപ്പോൾ ഇതാ മുറിച്ച് ഇത്ര ഏകദേശം ആയിട്ടുണ്ട്. ഇനി 1.5 പീസിന്റെ മേലയിൽ കിടക്കുന്നുണ്ട്. കണ്ടോ, അതെല്ലാം മുറിച്ചിടേണ്ടതാണ്. എല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അച്ചാറിന്റെ കൂട്ടൊക്കെ മുറിക്കാൻ. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകെല്ലാം മുറിക്കണ്ടേ. അപ്പം ഞാൻ ഇതൊന്ന് വേഗം അരിഞ്ഞിട്ടിട്ട് വരാം. മൊത്തം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരിഞ്ഞിടട്ടെ. പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം അരിഞ്ഞിടണം. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയോ നിരാശനാണെങ്കിൽ ദോശേൻ്റെ കൂടെ പോലെ അച്ചാർ കൂട്ടും അവന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സുറുക്കൊന്നും കാര്യമായിട്ട് ഒഴിക്കൂല. ഇങ്ങനെ സിമ്പിളായിട്ട് സാധാ രീതിയിലാണ് ഇടുന്നത്. കൂടുതൽ എരിവ് ആക്കൂല. അപ്പം നമ്മളെക്കാളും നിരാശനാണ് അച്ചാറൊക്കെ ഇഷ്ടം. അതുകൊണ്ട് എരിവും സുറുക്കിയോ ഒന്നും ഒഴിക്കാണ്ടാണ് നമ്മൾ അച്ചാറാക്കുന്നത്. കമ്പിളി നാരങ്ങ അച്ചാർ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. ഇതുവരെ ഇട്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എനിക്കും കുറച്ചൊരു ഇതുണ്ട്, ഇടുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കഴിക്കോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് ഇട്ടിട്ട് കാണിക്കാം. ഇഞ്ചിയും പച്ചമുളകും കുറച്ചാണെങ്കിലും വെളുത്തുള്ളി ഒരു തുടം തന്നെ എടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയാണല്ലോ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകാം. അപ്പോൾ വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിനോട് കറിവേപ്പിലയും കൂടി വേണം. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇനി നമ്മൾ കാച്ചുമ്പും കറിവേപ്പിലയും കൂടി എടുക്കുക. അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ നല്ല കുഞ്ഞു ചട്ടി, നമ്മൾ ഇന്നാണ് മേടിച്ച ആ ചട്ടിയില്ലേ, അതാണ് വെച്ചിട്ടുള്ള. അപ്പൊ നമുക്ക് കാച്ചിപ്പാരാനല്ലേ, അത് മതി. പിന്നെ ഞാൻ കറിവേപ്പിലയും കൂടി എടുത്തിട്ട് വരട്ടാം. വെളിച്ചെണ്ണയില നമ്മൾ ആക്കുന്നില്ല, നല്ലെണ്ണയിലാണ് ആക്കുന്നത് കേട്ടോ. അപ്പൊ നല്ലെണ്ണയാകുമ്പോൾ നമുക്ക് പുറത്ത് വെക്കുകയും ചെയ്യാമല്ലോ. വിനാഗിരി ഒന്നും ചേർക്കുന്നില്ലല്ലോ. വിനാഗിരി ചേർക്കാത്തത് ചിലപ്പോൾ പോയിപ്പോ. നല്ലെണ്ണയാകുമ്പോൾ നമുക്ക് പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ കേടാവില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചട്ടി കാഞ്ഞിട്ടില്ല. കാഞ്ഞ് വന്നിട്ട് നമ്മൾ കടുകിടണം. അപ്പോൾ നല്ലെണ്ണ വെച്ചിട്ടുണ്ട്. നല്ലെണ്ണ ചൂടാട്ടെ. എന്നിട്ട് നമുക്ക് കടുകിടാം. കടുക് ഇതാ നമ്മളിപ്പോൾ ഇത് നമ്മൾ മീഷോയിൽ മേടിച്ചു കേട്ടോ. നമുക്ക് മുളക് പൊടി പിന്നെ കടുക് ഉലുവയൊക്കെ ഇട്ട് വെക്കാൻ. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ പാത്രങ്ങളും ഇങ്ങനെ വലിക്കേണ്ട, ഒറ്റ ഒന്ന് വലിച്ചാൽ മതി. ഇങ്ങനെ ഉണ്ടാകുമല്ലോ. നമ്മൾ കടുകിടട്ടെ. കാഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടേ നമ്മൾ ഉലുവ ഇടുന്നുള്ളൂ കേട്ടോ. നമ്മള് എല്ലാം മൂപ്പിക്കട്ടെ. മൂത്ത് വരുന്നുണ്ട്. നല്ല കടുകോ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പിലക്കാൽ വഴറ്റുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ എല്ലാം വഴറ്റി നന്നായിട്ട് വഴന്ന് വരട്ടെ. എന്നിട്ട് ഇതിനകത്ത് തന്നെയാണ് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മറ്റേ ഇതിടുന്നില്ല കേട്ടോ. എന്താ അതിൻ്റെ പേരേനും. എല്ലാം മൂപ്പിക്കട്ടെ. മൂത്ത് വരുന്നുണ്ട്.
നല്ല കടുകോ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ വഴറ്റുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ എല്ലാം വഴറ്റി നന്നായിട്ട് വഴന്ന് വരട്ടെ. എന്നിട്ട് ഇതിനകത്ത് തന്നെയാണ് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ്. ഇനി കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ഇരുന്നോട്ടെ. നന്നായിട്ട് വഴറ്റി കൊടുക്കട്ടെ. നന്നായിട്ട് ഇതേ പരുവത്തിൽ മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേ പരുവാണ്. നമ്മൾ നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് വേറെ ചട്ടിയിൽ തീ ഓഫ് ചെയ്തിട്ട് വേറെ ചട്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മിസ്സാക്കാനാണല്ലോ, ചെറിയ ചട്ടിയല്ലേ. അപ്പോൾ ഞാൻ വേഗം ഒന്നിത് ഓഫാക്കട്ടെ. ചട്ടി കാഞ്ഞു പോയോണ്ട് ചുമ വരുന്നുണ്ട്. എല്ലാം ഇതിനകത്തേക്ക് ഒന്നിട്ട് മിക്സാക്കട്ടെ. അച്ചാറിൽ വെല്ലവും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 അണി വെല്ലമാണ് നമ്മളിടുന്നത്. അപ്പോൾ 2 അണി വെല്ലം കൂടി അത് കുറച്ച് മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടി മിക്സ് ആയിട്ട് എരിവൊക്കെ മിക്സ് ആയിട്ടുണ്ടാകുക. അപ്പോൾ ഞാൻ വെല്ലം വേഗം ഒന്ന് പൊടിച്ച് മെൽറ്റ് ആക്കട്ടെ. വെല്ലം മെൽറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അതാ വെല്ലം മെൽറ്റായ വെല്ലം കുറുക്കിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് ചട്ടി, അതുകൊണ്ട് അങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. അയ്യോ കൈവെള്ളിപ്പോയി, ചൂടോടെ തന്നെ ഒഴിച്ചേട്ടോ. അപ്പോൾ ആ ചൂടിൽ ഇതും കൂടി ഒന്ന് അച്ചാറ് സെറ്റാട്ടെ. മക്കളെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അച്ചാറ്. സീൻ അതിൻ്റെ കളർ തന്നെ ഒന്ന് നോക്കിയതാ. എൻ്റെ മോനെ, കില്ലാടി അച്ചാറ്. ഞാൻ ഇടുമ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ കൂടുതൽ കൈയിട്ട് എടുക്കുന്നില്ല, വേഗം വടക്കായി പോകണ്ടല്ലോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എടുക്കുമ്പോൾ തന്നെ വായിന്ന് വെള്ളം പൊടിയുന്നു. ആ വെള്ളത്തിൻ്റെയും നാരങ്ങേൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ ഒരു രക്ഷയില്ല. അടിപൊളി. എല്ലാവരും ഇത് കാണണം. ഷോർട്സിലും ഉണ്ട്, ഫുൾ വീഡിയോ ഉണ്ട്. എല്ലാവരും കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം. സൂപ്പറാണ്, ചുമ്മാ പറയുന്നില്ല, അടിപൊളിയാണ്.